വാർത്തകൾ. 79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ വൈകിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ അഭിഭാഷകരുടെ വേതനം മുൻകാല പ്രാബല്യത്തോടെ വർദ്ധിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. സംസ്ഥാന കർഷക അവാർഡുകൾ പ്രഖ്യാപിച്ചു. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തും താനാളൂർ കൃഷിഭവനും പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിനായി സുപ്രീംകോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ വൈകുന്നേരം 7-ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ മറ്റന്നാൾ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മറ്റന്നാൾ രാവിലെ 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും. വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും. തുടർന്ന് അദ്ദേഹം സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിക്കും. ജില്ലകളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് നടന്നുവരുന്ന ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിക്ക് ജനങ്ങളിൽ നിന്നും മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത്. സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത്തരം ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. കേര പദ്ധതിക്ക് ലോകബാങ്ക് തുക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതീവ രഹസ്യ സ്വഭാവത്തിലുള്ള കത്തിന്റെ പകർപ്പ് മാധ്യമങ്ങളിൽ വരാനിടയായ സാഹചര്യത്തെപ്പറ്റി സർക്കാർ അന്വേഷണം നടത്തും. അതീവ രഹസ്യ സ്വഭാവത്തിലുള്ള ഇത്തരം കത്തുകൾ ചോരുന്നത് സർക്കാരിന്റെ വിശ്വാസ്യത ചോർച്ചയ്ക്ക് കാരണമാകും. അത്തരം ഒരു വീഴ്ച എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നത് സർക്കാരിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമാണെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. സർക്കാർ അഭിഭാഷകരുടെ വേതനം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. വേതന വർദ്ധനയ്ക്ക് 2022 ജനുവരി 1 മുതൽ പ്രാബല്യമുണ്ടാകും. നിപ ബാധയേറ്റ് 1.5 വർഷത്തോളമായി അബോധാവസ്ഥയിൽ കഴിയുന്ന ആരോഗ്യ പ്രവർത്തകൻ ടിറ്റോ തോമസിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 17 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. വി.ആർ. കൃഷ്ണയ്യർ സ്മാരക സ്റ്റേഡിയം തലശ്ശേരി നഗരസഭയ്ക്ക് 10 വർഷത്തേക്ക് പാട്ടത്തിന് അനുവദിക്കാനും തീരുമാനമായി. സംസ്ഥാന കർഷക അവാർഡുകൾ കൃഷിമന്ത്രി പി പ്രസാദ് പ്രഖ്യാപിച്ചു. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തും താനാളൂർ കൃഷിഭവനും തുമ്പിടി കരിപ്പായി പാടശേഖര നെല്ലുൽപാദക സമിതിയും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. അബ്ബണ്ണൂർ ഊരും അടിച്ചിൽ തൊട്ടി ഉന്നതിയും ജൈവ കൃഷി നടത്തുന്ന ആദിവാസി ഊരിനുള്ള പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. കർഷക ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിങ്ങം 1 ഞായറാഴ്ച തൃശൂരിൽ നിർവഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വർഷം പുതുതായി ഭിന്നശേഷി വിഭാഗത്തിൽ കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ചവർക്ക് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച കാർഷിക സ്റ്റാർട്ടപ്പിന് നൽകുന്ന അവാർഡും ഇക്കൊല്ലം പുതുതായി ഏർപ്പെടുത്തിയിട്ടുള്ളവയാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും ഭിന്നശേഷി വിഭാഗത്തിന് നൽകുന്ന അവാർഡുകൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഉൾക്കൊള്ളലിനെ പ്രതിഫലിപ്പിക്കുന്നതായിട്ടാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത്. ആദിവാസി ഊരുകളിലെ ജൈവകൃഷിക്ക് നൽകുന്ന അംഗീകാരം നമ്മുടെ പരമ്പരാഗതമായ അറിവിന്റെ സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനും ഊന്നൽ നൽകുകയാണ്. വിദ്യാർത്ഥി അവാർഡുകൾ സ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് തലങ്ങളിൽ പുതിയ തലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുകയും ശാസ്ത്രീയ കൃഷിയുടെയും പരമ്പരാഗത അറിവിന്റെയും സംയോജനത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിനായി സുപ്രീംകോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. 5-അംഗ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ട 4 അംഗങ്ങളുടെ പേരുകൾ കൈമാറാൻ കേരള സർക്കാരിനോടും ചാൻസലറായ ഗവർണറോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. യുജിസി പ്രതിനിധിയും സെർച്ച് കമ്മിറ്റിയിലുണ്ടാകും. ജസ്റ്റിസ് ജെ.ബി. പാർഡിവാല, എഫ്ഐആറിലെ വകുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുക. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ലവ് ജിഹാദ് എന്ന വാക്ക് നിയമപരമായി നിർവചിക്കപ്പെട്ടിട്ടില്ലെന്നും അതിനാൽ അത് തെളിയിക്കാൻ കഴിയില്ലെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുകയും കുടുംബാംഗങ്ങളെ ആദരിക്കുകയും ചെയ്യുന്ന സ്മൃതി വന്ദനം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നിർവഹിച്ചു. 122 കുടുംബങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമാക്കുന്നതിനായാണ് ഈ സർക്കാരിന്റെ കാലത്ത് കേസ് ഓട്ടോ രൂപീകരിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇതിലൂടെ ഇതുവരെ 389 മരണാനന്തര അവയവദാനം നടന്നതായും 1120 പേർക്ക് പുതിയ ജീവിതം ലഭിച്ചതായും മന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വ്യോമസേന ബാൻഡ് മറ്റന്നാൾ വൈകുന്നേരം 6:30 തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ സംഗീത വിരുന്നൊരുക്കും. പൊതുജനങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. നാവികസേനയുടെ ബാൻഡ് പ്രകടനം എറണാകുളത്ത് ഇന്ന് കേരള ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിലും നാളെ ഫോർട്ട് കൊച്ചിയിലെ ഇന്ത്യൻ നേവി മാരിടൈം മ്യൂസിയത്തിലും നടക്കുന്നുണ്ട്. ഏഴിമല നാവിക അക്കാദമിയുടെ ബാൻഡ് പ്രകടനം കണ്ണൂർ പയ്യന്നൂരിലെ ഷേണോയ് ടൌൺ സ്ക്വയറിൽ ഇന്ന് അരങ്ങേറും. നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ച് മെമു സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. ഇത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കത്തയച്ചു. മാനേജ്മെന്റ് തർക്കങ്ങളുടെ പേരിൽ സംസ്ഥാനത്തെ ഒരു സ്കൂളും അടച്ചിടാൻ അനുവദിക്കില്ലെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥികളുടെ അധ്യയനം മുടക്കുന്ന ഒരു നടപടിയും അംഗീകരിക്കില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തൃശൂരിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൃത്യമായ മറുപടി നൽകിയതായി സിപിഐ നേതാവ് വി എസ് സുനിൽകുമാർ. വിഷയത്തിൽ സത്യവാങ്മൂലം നൽകണമെന്ന നോട്ടീസ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് ചട്ടവിരുദ്ധമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ വ്യാജ പ്രചാരണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തിരഞ്ഞെടുപ്പ് വിജയത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ആരോപണങ്ങൾ ജനശ്രദ്ധ തിരിച്ചുവിടാൻ നടത്തുന്ന ശ്രമങ്ങളാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച ആരോപണങ്ങളിൽ ഊർജ്ജിത അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന തൃശൂർ കമ്മീഷണർ ഓഫീസ് മാർച്ച് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ ആക്രമണം നടത്തിയവർക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയിൽ ടൂറിസ്റ്റ് മിനി ബസ് മറിഞ്ഞ് അപകടം. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് ഉടുമ്പൻചോല വട്ടക്കണ്ണിപ്പാറയിൽ അപകടത്തിൽപ്പെട്ടത്. ഒരാളുടെ നില ഗുരുതരമാണ്. 19 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. കണ്ണൂർ ജില്ലയെ നാളെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കും. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എം വി രാജേഷ് പ്രഖ്യാപനം നടത്തും. സംസ്ഥാനത്ത് ആദ്യമായി അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച കുറ്റിയാട്ടൂർ ഗ്രാമപഞ്ചായത്ത്, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത്, ധർമ്മടം നിയമസഭാ മണ്ഡലം എന്നിവ കണ്ണൂർ ജില്ലയിലാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. 2021 ഓഗസ്റ്റിലാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ആരംഭിച്ചത്. ഭക്ഷണം, ആരോഗ്യം, സുരക്ഷിതമായ താമസസ്ഥലം, അടിസ്ഥാന വരുമാനം എന്നിവയില്ലാത്ത ജില്ലയിലെ അർഹരായ 3973 കുടുംബാംഗങ്ങളെ കണ്ടെത്തുകയും ആവശ്യാനുസരണം മൈക്രോ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു. 1078 പേർക്ക് ഭക്ഷണവും 2296 പേർക്ക് സാന്ത്വന പരിചരണവും ചികിത്സയും ലഭ്യമാക്കി. 235 പേർക്ക് കുടുംബശ്രീ മുഖേന തൊഴിൽ ലഭ്യമാക്കുകയും ചെയ്തു. 967 കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 413 പേർക്ക് ആധാർ കാർഡും 262 പേർക്ക് റേഷൻ കാർഡും 280 പേർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡും ലഭ്യമാക്കി. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ബാങ്ക് വായ്പകൾക്കുള്ള മൊറട്ടോറിയം മാറ്റമില്ലാതെ തുടരുമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. വിലങ്ങാട് പുനരധിവാസ പ്രവൃത്തികൾ അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കണ്ണൂർ ഇരിട്ടി അണക്കെട്ടുമായി ബന്ധപ്പെട്ട ബഫർ സോൺ വിഷയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം ചേരും. ഇരിട്ടി അണക്കെട്ടിൽ ബഫർ സോൺ പ്രഖ്യാപിച്ച ഉത്തരവ് സർക്കാർ പിൻവലിച്ചിട്ടും വീട് നിർമ്മാണങ്ങൾക്കുൾപ്പെടെ ജലസേചന വിഭാഗം നിരാക്ഷേപ പത്രം നൽകാത്തതിൽ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് യോഗം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്നും, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നാളെയും മറ്റന്നാളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ഈ മാസം 15 വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ വൈകിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
സർക്കാർ അഭിഭാഷകരുടെ വേതനം മുൻകാല പ്രാബല്യത്തോടെ വർദ്ധിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. സംസ്ഥാന കർഷക അവാർഡുകൾ പ്രഖ്യാപിച്ചു. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തും താനാളൂർ കൃഷിഭവനും പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിനായി സുപ്രീംകോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ